രാവിലെ ത്രിലോക് കണ്ണു തുറക്കുമ്പോൾ കാണുന്നത് കുളിച്ചൊരുങ്ങി ബാഗിൽ എന്തോ തിരയുന്ന ശ്രുതിയാണ്. ബെഡിൽ കിടന്നുകൊണ്ട് തന്നെ തന്റെ പെണ്ണിന്റെ ഭംഗി ആസ്വദിക്കുകയായിരുന്നു ത്രിലോക്. ഇടം കണ്ണാലെ ത്രിലോക് എഴുന്നേൽക്കുന്നതും തന്നെ നോക്കി കിടന്നതുമെല്ലാം കാണുന്നുണ്ടായിരുന്നു ശ്രുതി. എന്തുകൊണ്ടോ ഇന്നലത്തെ ആ അനുഭൂതിയുള്ള നിമിഷങ്ങൾ ഓർമ്മയിലേക്ക് ഇരച്ചു കയറി വന്നതും ശ്രുതിക്ക് അവന്റെ മുഖത്തേക്ക് നോക്കുവാൻ പോലും കഴിഞ്ഞില്ല. നാണം കൊണ്ട് അവൾ ആകെ വിവശയായി മാറിയിരുന്നു. ഈ സമയം ത്രിലോക് ശ്രുതിയുടെ മുഖത്തെ ഭാവങ്ങൾ ഒപ്പിയെടുക്കുകയായിരുന്നു. എന്തിനാ പെണ്ണെ എന്റെ മുഖത്തേക്ക് നോക്കാതിരിക്കുന്നത്? ഞാനല്ലേ ഇത് നിന്റെ ത്രിലോക്. തൊട്ടടുത്തുണ്ടായിരുന്ന തലേണ എടുത്ത് അതിനെ ഒന്നുകൂടെ ഇറങ്ങി പുണർന്നുകൊണ്ട് ത്രിലോക് ഒറ്റക്കണ്ണിറക്കി ശ്രുതിയോട് ചോദിച്ചു. സത്യത്തിൽ ശ്രുതിയുടെ മുഖം ആകെ അപ്പോഴേക്കും ചുവന്നു തൊടുത്തിരുന്നു. ചൊടിയിൽ തന്റെ പ്രാണനായി വിരിഞ്ഞ പുഞ്ചിരിയെ മറച്ചു പിടിക്കുവാൻ അവൾ നന്നേ പാടുപെട്ടു. എങ്കിലും കുറുമ്പോടെ ത്രിലോകിന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ശ്രുതി ചോദിച്ചു, എവിടെ എന്റെ സിന്ദൂരം? സിന്ദൂരം? അല്പസമയം ആലോചിക്കുന്നത് പോലെ കിടന്നുകൊണ്ട് ത്രിലോക് പറഞ്ഞു, ആ അതിപ്പോൾ പുറത്തേക്ക് ഇറങ്ങി പോയതേ ഉള്ളൂ. 2 ദിവസം കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞു. എത്രയെന്ന് വെച്ചാ നിന്റെ ഈ പെട്ടിയിൽ ഇങ്ങനെ ശ്വാസം മുട്ടി കിടക്കുക? അവന്റെ കുറുമ്പ് നിറഞ്ഞ നോട്ടവും സംസാരവും കേട്ടവും ശ്രുതിയുടെ ചുണ്ടുകൾ കൂർത്തു വന്നു. കളിക്കല്ലേ ത്രിലോകെ, എനിക്ക് അമ്പലത്തിൽ പോകണം. നോക്കിയേ, ഞാൻ എല്ലാം കൊണ്ട് അണിഞ്ഞൊരുങ്ങി നിൽക്കുകയാണ്. ഇനി സിന്ദൂരം കൂടിയേ അണിയാനുള്ളൂ. പ്ലീസ് പറഞ്ഞതാ, എവിടെയെങ്കിലും കണ്ടിരുന്നോ? ഇല്ല ബേബി ഗേൾ, ഞാൻ കണ്ടില്ല. ഒരു കാര്യം ചെയ്, നീ ദേവീക്ഷേത്രത്തിലേക്കല്ലേ പോകുന്നത്? ഞാൻ അവിടെ വന്ന് സിന്ദൂരം തൊട്ടുതരാം. നീ നടന്നോളൂ. ഏതായാലും ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് നിൽക്കുകയല്ലേ, ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വേഗം വരാം. എന്നാൽ ശിവേട്ടനെയും കൂടി കൂട്ടണേ ത്രിലോക്. ആടാ, അവനെയും കൂടെ കൂട്ടാം. നീ ആദ്യം മുന്നേ പൊയ്ക്കോ. എന്നാ ശരി. അവനെ നോക്കി ബായ് പറഞ്ഞുകൊണ്ട് ശ്രുതി വേഗം നടന്നകന്നു. മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോൾ ചെറുതായിട്ട് ചാറ്റൽ മഴയുള്ളൂ. അതുകൊണ്ട് കുടയെടുക്കാൻ മടിച്ചുകൊണ്ട് അവൾ പതിയെ പാടവരമ്പിലൂടെ നടന്നു തുടങ്ങി. റോഡിലൂടെ പോകുന്നവരും വരുന്നവരും തന്നെ നോക്കുന്നുണ്ടായിരുന്നുവെന്ന് ശ്രുതിക്ക് മനസ്സിലായി. കാരണം എത്രയോ കാലങ്ങൾക്ക് ശേഷമാണ് പിന്നീട് താൻ നാട്ടിലേക്ക് വരുന്നത്. അവൾ എവിടെയായിരുന്നു, ഇപ്പോൾ എന്തു ചെയ്യുന്നു, അങ്ങനെ പല ചോദ്യങ്ങളും ആ നാട്ടുകാരുടെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ എന്തുകൊണ്ടോ അവർ ആരും അത് അവളോട് നേരിട്ട് വന്ന് ചോദിച്ചില്ല. പക്ഷെ ശ്രുതി അമ്പലത്തിലേക്ക് പോകുന്ന വഴിയിൽ കാണുന്ന എല്ലാവർക്കും ഒരു പുഞ്ചിരി കൈമാറുവാൻ മറന്നിരുന്നില്ല. എത്രയോ മാസങ്ങൾക്ക് ശേഷം തന്റെ ദേവിയുടെ തിരുനടയിൽ നിന്ന് കൈകൾ കൂപ്പിക്കൊണ്ട് തൊഴുമ്പോൾ ശ്രുതിയുടെ മനസ്സും ശരീരവും ഒരുപോലെ ശാന്തമായിരുന്നു. ചിലപ്പോൾ ത്രിലോക് എന്ന വൻമരം തനിക്കൊരു തണൽ നൽകിക്കൊണ്ട് തന്നെ ചേർത്ത് പിടിച്ചത് കൊണ്ടായിരിക്കാം ഇന്നീ നിമിഷം താൻ വളരെ സന്തോഷവതിയാണെന്നുള്ള കാര്യം അവൾ ഓർക്കുകയായിരുന്നു. അത് തന്റെ ദേവിയോട് പറയുകയും ചെയ്തു ശ്രുതി. പ്രാർത്ഥിച്ചു കഴിഞ്ഞതും തിരുമേനിയിൽ നിന്ന് പുഷ്പാഞ്ജലിയുടെ പ്രസാദവും വാങ്ങി അവൾ അമ്പലത്തിൽ നിന്ന് പുറത്തേക്കിറങ്ങി. അല്പസമയം കൂടി നിന്നിട്ടും ത്രിലോകിനെയും ശിവയും കാണാഞ്ഞതും അവൾക്ക് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. കാരണം ഒന്നും കഴിക്കാതെയാണ് അമ്പലത്തിലേക്ക് വന്നത്. വല്ലാത്ത വിശപ്പും ഉണ്ട്. എന്റെ ദേവി, ഇനി ഇവർക്ക് വഴിതെറ്റിപ്പോയോ? നേരത്തെ ഞാൻ ഇറങ്ങേണ്ടിയിരുന്നില്ല. ഇനി ഇവിടെ നിന്നാൽ എന്തായാലും മഴ കൊള്ളും. കുടയും എടുത്തിട്ടില്ല. എന്തായാലും നടന്നു നോക്കട്ടെ. വരുന്ന വഴി കണ്ടാൽ മതിയായിരുന്നു എന്റെ ദേവി. ഓരോന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി തന്റെ സാരി അല്പം ഉയർത്തിപ്പിടിച്ച് പാടവരമ്പിലൂടെ നടന്നു നീങ്ങി. ഈ സമയമാണ് ആലിൻചുവട്ടിൽ ഇരിക്കുന്ന അജയൻ ദൂരെ നിന്ന് നടന്നു വരുന്ന ശ്രുതിയെ കാണുന്നത്. ആദ്യം അവനത് ശ്രുതി തന്നെയാണോ എന്ന് സംശയം തോന്നി. പക്ഷെ സൂക്ഷിച്ചു നോക്കിയപ്പോൾ മനസ്സിലായി അത് തന്റെ ശ്രുതിയാണെന്ന്. ശ്രുതിയല്ലേ അത്? അവളെ കണ്ടതും അവന്റെ കണ്ണുകളൊന്ന് വിടർന്നു. പഴയ ശ്രുതിയിൽ നിന്നും അവൾ ഒരുപാട് മാറിപ്പോയിരിക്കുന്നു. എന്തോ ഒരു വശ്യതയാർന്ന ഭംഗി അവളിലുണ്ടെന്ന് ആ സമയം അജയൻ മനസ്സിലാക്കുകയായിരുന്നു. ഈ സമയം ശ്രുതി അജയനെ ശ്രദ്ധിക്കാതെ ത്രിലോകിനെ കുറിച്ച് ഓർത്തുകൊണ്ട് അജയന്റെ മുൻപിലൂടെ നീങ്ങുകയായിരുന്നു. തന്നെ ശ്രദ്ധിക്കാതെ ശ്രുതി നടന്നു നീങ്ങുന്നത് കണ്ടതും ആൾത്തറയിൽ നിന്നും ചാടി ഇറങ്ങിക്കൊണ്ട് അജയൻ ശ്രുതിയുടെ പിറകിൽ നിന്നും വിളിച്ചു, ശ്രുതി. പിറകിൽ നിന്നും തന്നെ ആരോ വിളിച്ചതുപോലെ തോന്നിയ ശ്രുതി തിരിഞ്ഞു നോക്കിയതും കണ്ടു തന്നെ തന്നെ നോക്കി നിൽക്കുന്ന അജയനെ. അജയേട്ടൻ. അജയനെ കണ്ടതും ആദ്യം അവൾക്കൊരു അത്ഭുതമായിരുന്നു. പിന്നീട് ശ്രുതി എല്ലാവർക്കും നൽകുന്ന പോലെ അവനും ഒരു പുഞ്ചിരി കൈമാറി. ആ അജയേട്ടാ, സുഖമാണോ? അത് ഞാനല്ലേ ശ്രുതി ചോദിക്കേണ്ടത്. എവിടെയായിരുന്നു ഇത്രയും കാലം? എനിക്ക് എന്താണ് പറയേണ്ടതെന്ന് ശ്രുതിയെ കണ്ടതും വാക്കുകൾക്ക് ക്ഷാമം സംഭവിച്ചതുപോലെ അജയന് തോന്നി. അത് പിന്നെ ശ്രുതി, എനിക്ക് നിന്നോട് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. എവിടെയായിരുന്നു നീ ഇത്രയും കാലം? ഞാൻ നിന്നെ എവിടെയൊക്കെ അന്വേഷിച്ചെന്നറിയോ? ഏതായാലും ദേവി നിന്നെ എന്റെ മുന്നിൽ കൊണ്ട് എത്തിച്ചല്ലോ. നീ വാ, നമുക്ക് എന്റെ വീട്ടിലേക്ക് പോകാം. അവിടെ അച്ഛനും അമ്മയും എല്ലാം നിന്നെ കാണുവാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. എനിക്ക് നിന്നോട് ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചറിയുവാനുണ്ട്. അതുപോലെ നിനക്കും എന്നോട് പറയാനുണ്ടാകുമെന്ന് എനിക്കറിയാം. എല്ലാം വീട്ടിൽ ചെന്നിട്ട് സംസാരിക്കാം. അതും പറഞ്ഞ് അജയൻ ശ്രുതിയുടെ കയ്യിൽ പിടിച്ച് നടക്കാനൊരുങ്ങി. ഈ സമയമാണ് ദൂരെ നിന്നും ശിവയും ത്രിലോകും പാടവരമ്പിലൂടെ നടന്നു വരുന്നത് ശ്രുതി കാണുന്നത്. സത്യത്തിൽ അജയന്റെ ഈ പെരുമാറ്റത്തിൽ ശ്രുതി ആകെ പകച്ചു പോയിരുന്നു. സ്വബോധത്തിലേക്ക് വന്ന അവൾ അവന്റെ കയ്യിൽ നിന്ന് തന്റെ കൈ വിടുവിക്കാൻ ശ്രമിച്ചുകൊണ്ട് അവനോട് ചോദിച്ചു, അജയുടെ എന്താണ് ഈ കാണിക്കുന്നത്? കയ്യിൽ നിന്ന് വിടാനല്ലേ പറഞ്ഞത്? വിടാൻ. ശ്രുതി ബലമായി അജയന്റെ കയ്യിൽ നിന്ന് തന്റെ കൈകൾ വിടുവിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ഈ സമയം ത്രിലോകും ശിവയും അല്പം ദൂരെയാണെങ്കിലും തന്റെ ശ്രുതിയുടെ കൈകളിൽ പിടിച്ചിരിക്കുന്നവനെ വ്യക്തമായി തന്നെ കാണുന്നുണ്ടായിരുന്നു. ആ കാഴ്ച കണ്ടത് ത്രിലോകിന്റെ മുഖമെല്ലാം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകി. ശിവയുടെ അവസ്ഥയും മറിച്ചല്ലായിരുന്നു.
ത്രിലോക് പാഞ്ഞു വന്ന് അവനെ പിന്നിൽ നിന്ന് ആഞ്ഞു ചവിട്ടി. ഒരു മലക്കം മറിഞ്ഞ് അജയൻ പാടവരമ്പത്തിന്റെ മറുവശത്തേക്ക് വീണുപോയി. ഈ കാഴ്ച കണ്ട ശ്രുതി അറിയാതെ തന്നെ അവളുടെ വായ പൊത്തിപ്പിടിച്ചുകൊണ്ട് ഭയത്തോടെ ആ കാഴ്ച കണ്ടു നിന്നു. പിന്തിരിഞ്ഞു നോക്കിയപ്പോൾ അവൾ കണ്ടു ദേഷ്യം കൊണ്ട് മുറുകിയ മുഖത്തോടെ നിൽക്കുന്ന തന്റെ ത്രിലോകിനെയും അവന്റെ പിറകിലായി നിൽക്കുന്ന ശിവേട്ടനെയും. ഈ കാഴ്ചകളെല്ലാം കണ്ട് അങ്ങ് ദൂരെയായി വയലിന്റെ ഇരുവശത്തുമായി നിൽക്കുന്ന നാട്ടുകാർ എല്ലാവരും അപ്പോഴേക്കും അവിടേക്ക് ഓടിയെടുത്തിരുന്നു. അജയൻ വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിപ്പോയി. കാരണം മംഗലശ്ശേരിയിലെ അജയഘോഷ് എന്ന് പറഞ്ഞ ആ നാട്ടിലെ പ്രമാണിമാരാണ്. പേരും പ്രസിദ്ധിയുമുള്ള തറവാട്ടിലെ ഒരു പയ്യനെയാണ് ഇപ്പോൾ ത്രിലോക് അടിച്ചിട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നാട്ടുകാർക്കിടയിൽ അത് വല്ലാത്തൊരു അപമാനമായി തോന്നി അജയനെ. തന്നെ അടിച്ചത് ആരാണെന്ന് അറിയുവാൻ മുറുകിയ മുഖത്തോടെ അജയൻ തിരിഞ്ഞതും കണ്ടു ശ്രുതിയുടെ അടുത്തായി നിൽക്കുന്ന 2 യുവാക്കളെ. അവരെ 2 പേരെയും കണ്ടപ്പോൾ അജയന്റെ കണ്ണുകളൊന്ന് കുറുകി. സത്യത്തിൽ അവർ ആരാണെന്ന് അജയന് മനസ്സിലായില്ല. എന്തായാലും ഈ നാട്ടുകാരല്ല എന്നുള്ളത് വ്യക്തമാണ്. സ്വഭാവത്തിലേക്ക് വന്ന ശ്രുതി ത്രിലോകിനെ നോക്കിക്കൊണ്ട് ചോദിച്ചു, ത്രിലോക് എന്താണ് നീ കാണിച്ചത്? അപ്പോഴും ത്രിലോകിന്റെ മുഖത്ത് ദേഷ്യം മാറുന്നില്ലായിരുന്നു. അവനെ ഒന്ന് ദയനീയമായി നോക്കിക്കൊണ്ട് ശ്രുതി വേഗം ചെന്ന് അജയനെ പിടിച്ചെഴുന്നേപ്പിച്ചു. അജയേട്ടാ, ഒന്നും പറ്റിയില്ലല്ലോ അല്ലേ? ഇല്ല ശ്രുതി, എനിക്കൊന്നും പറ്റിയില്ല. തന്റെ ഷർട്ടിലും ശരീരത്തിലുമായി പറ്റിച്ചേർന്നിരിക്കുന്ന ചളിയെല്ലാം തട്ടി മാറ്റിക്കൊണ്ട് ശ്രുതിയെ നോക്കി അജയൻ അങ്ങനെ പറഞ്ഞു. എങ്കിലും ആ സമയം അവന്റെ കണ്ണുകൾ അപ്പോഴും ത്രിലോകിന്റെയും ശിവയുടെയും മേൽ തന്നെയായിരുന്നു. അപ്പോഴേക്കും നാട്ടുകാരിൽ ചിലർ അവിടേക്ക് എത്തിച്ചേർന്നിരുന്നു. എന്താ അജയൻ കുഞ്ഞ പ്രശ്നം? ആരാ ഇവർ? കണ്ടിട്ട് വരത്തന്മാരാണെന്ന് തോന്നുന്നല്ലോ. ശ്രുതി, ഇവർ ആരാണ്? അല്ല, നീ ഇത്രയും കാലം എവിടെയായിരുന്നു? എവിടെ നിന്നോ 2 ആണുങ്ങളെയും വലിച്ചുകൊണ്ട് ഈ നാട്ടിൽ വന്ന് വേണ്ടാത്തരത്തിനാണ് നിന്റെ പരിപാടിയെങ്കിൽ പൊന്നുമോളെ നിനക്കറിയാലോ ഈ നാടിനെ കുറിച്ച്. അവിടുത്തെ പഞ്ചായത്ത് മെമ്പർ ഗണേശൻ ശ്രുതിയെ നോക്കി അല്പം ഉയർന്ന ശബ്ദത്തിൽ തന്നെ അവളോട് പറഞ്ഞു. ഡാ! മെമ്പറിന്റെ സംസാരം ഇഷ്ടപ്പെടാതെ ശിവ ഓടി വന്ന് അയാളുടെ ഷർട്ടിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു. ആളും തരവും നോക്കി വേണം സംസാരിക്കും, മനസ്സിലായോടാ? നിനക്കൊന്നും ഞങ്ങൾ ആരാണെന്ന് ശരിക്കും അറിയില്ല. ശിവയുടെ മുഖവും ഭാവവും കണ്ടത് മെമ്പർ ഗണേശനെന്ന് ഞെട്ടിയെങ്കിലും അത് പുറത്തു കാണിക്കാതെ അയാൾ ശിവയെ നോക്കി ചീറിക്കൊണ്ട് പറഞ്ഞു. ഷർട്ടിൽ നിന്നും കൈയെടുക്കടാ. ഞങ്ങളുടെ നാട്ടിൽ വന്ന് ഞങ്ങളുടെ ചെക്കന്റെ മേൽ കൈവച്ച് ഞങ്ങളോട് കയർത്ത് സംസാരിക്കാൻ വരുന്നോടാ. 3 എണ്ണം നല്ല രീതിയിൽ ഇവിടെ നിന്ന് പോകില്ല. പറയുന്നത് ഈ മെമ്പറാ. അജയൻ കുഞ്ഞെ, പോലീസിനെ വിളിക്ക്. ഇവളെ ഇവന്മാരെ ഇപ്പൊ തന്നെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കണം. അനാശാസ്യം. 3 എണ്ണം കിടക്കട്ടെ ജയിലിൽ കുറച്ചു കാലം. ഗണേശൻ 3 പേരെയും പുച്ഛിച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു. സത്യത്തിൽ നാട്ടുകാരുടെ ഈ സംസാരം എല്ലാം കേട്ട് ശ്രുതി ആകെ തകർന്നു പോയി. ആ സമയമെല്ലാം ത്രിലോക് യാതൊരു ഭാവഭേദവുമില്ലാതെ നാട്ടുകാരെ എല്ലാം വീക്ഷിക്കുന്ന തിരക്കിലായിരുന്നു. ശിവയുടെ മനോഭാവവും മറിച്ചല്ലായിരുന്നു. നിങ്ങളിത് എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഞാനൊന്ന് പറഞ്ഞോട്ടെ. ശ്രുതിക്ക് ഭയവും ഒപ്പം തന്നെ നാട്ടുകാരുടെ ഈ സംസാരം എല്ലാം കൂടി കേട്ടതും അവൾ ആകെ വല്ലാത്തൊരു അവസ്ഥയിലായിപ്പോയി. ഇടതടവില്ലാതെ അവളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഒഴുകിയിറങ്ങി. നീ ഒന്നും പറയണ്ട. പറയാനുള്ളതൊക്കെ പോലീസിനോട് പറഞ്ഞാൽ മതി. എന്താ അജയൻ കുഞ്ഞ് ചെയ്യേണ്ടത്? മെമ്പർ ഗണേശൻ ശ്രുതിയെ നോക്കി പുച്ഛിച്ചുകൊണ്ട് അജയനോട് ചോദിച്ചു. ഇപ്പോൾ ഒന്നും ചെയ്യേണ്ട ഗണേശേട്ടാ. ആദ്യം എനിക്ക് ശ്രുതിയോട് അല്പം സംസാരിക്കാനുണ്ട്. അതുകൊണ്ട് ഞാൻ ഇവളെയും കൊണ്ട് എന്റെ തറവാട്ടിലേക്ക് പോവുകയാണ്. ശ്രുതി വാ. അജയൻ വീണ്ടും ശ്രുതിയുടെ കൈയിലേക്ക് തന്റെ കൈ ചേർക്കുവാൻ ഒരുങ്ങിയതും ആ സമയം തന്നെയാണ് ത്രിലോക് വന്ന് ശ്രുതിയുടെ കൈകളെ പിടിച്ച് വലിച്ച് അവളെ അവനിലേക്ക് ചേർത്ത് നിർത്തിയത്. ശ്രുതിയുടെ തോളിലായി ചേർന്നിരിക്കുന്ന ത്രിലോകിന്റെ കൈകൾ കാണുന്തോറും അജയന് തന്റെ ദേഷ്യം നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ലായിരുന്നു. ഡാ! അജയ് അലറിക്കൊണ്ട് ഓടി വന്ന് ത്രിലോകിന്റെ കോളറി പിടിച്ചതും ത്രിലോകം വിട്ടുകൊടുക്കാതെ അജയന്റെ ഷർട്ടിലായി മുറുകെ പിടിച്ചിരുന്നു. പോരുകോഴികളെ പോലെ പരസ്പരം മുറുകിയ മുഖത്തോടെ പോരിനു വേണ്ടി നിൽക്കുന്നവരെ കണ്ട് ശ്രുതി ആദ്യം ഒന്ന് പകച്ചെങ്കിലും പിന്നീട് എവിടെ നിന്നോ കിട്ടിയ ധൈര്യത്തിൽ അവൾ ഉറക്കെ അലറിക്കൊണ്ട് ഇരുവരോടുമായി പറഞ്ഞു. ഒന്ന് നിർത്തുന്നുണ്ടോ? സത്യത്തെ അവളുടെ അലർച്ചയിലാണ് ഇരുവരും വെട്ടിത്തിരിഞ്ഞുകൊണ്ട് ശ്രുതിയെ നോക്കിയത്. മാറി നിൽക്കാനല്ലേ 2 പേരോടും പറഞ്ഞത്? 2 പേരെ പരസ്പരം വിടുവിച്ചുകൊണ്ട് അവൾ അലറിക്കൊണ്ട് പറഞ്ഞു. ഹോ, എന്താ അഭിനയം! എടി നാണമില്ലാത്തവളെ, നീ ഇപ്പോൾ ഇവന്റെ കൂടെയാണോ പൊറുതി? ഞങ്ങളുടെ അജയൻ കുഞ്ഞ് ഇവനെ ഒന്ന് തൊട്ടപ്പോഴേക്കും നിനക്ക് പൊള്ളിയോ? നീ ഇത്രയും നാറിയ തരത്തിൽ കളിക്കുന്ന ഞങ്ങൾ ആരും. ഗണേശൻ മറ്റെന്തോ ഒന്ന് കൂടി പറയാൻ ഒരുങ്ങിയതും അപ്പോഴേക്കും ത്രിലോകിന്റെ അടികൊണ്ട് ഗണേശൻ നിലത്ത് വീണു പോയിരുന്നു. അയ്യോ എന്റെ അമ്മേ! അയാൾ കവിളിൽ കൈവച്ചുകൊണ്ട് നിലത്ത് കിടന്ന് വേദന കൊണ്ട് പിടഞ്ഞു പോയി. ഇനി ഒരു അക്ഷരം ഇവളെക്കുറിച്ച് മോശമായി എന്തെങ്കിലും പറഞ്ഞാൽ ഇപ്പോൾ കണ്ട ത്രിലോകിനെ ആയിരിക്കില്ല നിങ്ങൾ കാണുക. നിങ്ങൾക്ക് എന്താ അറിയേണ്ടത്? ഇവൾ ആരാണെന്നല്ലേ? ഞങ്ങൾ തമ്മിലുള്ള ബന്ധം എന്താണെന്നല്ലേ? എന്നാ കാതു തുറന്ന് കേട്ടോ. ഈ ത്രിലോക് മഹേശ്വറിന്റെ ഭാര്യയാണ് ഇവൾ, മിസ്സസ് ശ്രുതി ത്രിലോക് മഹേശ്വർ. ത്രിലോക് ശ്രുതിയുടെ കഴുത്തിൽ ചാർത്തിയ താലിയെടുത്ത് അവളുടെ സാരിക്കിടയിൽ നിന്ന് പുറത്തേക്ക് ഇട്ടുകൊണ്ട് അലറിക്കൊണ്ട് എല്ലാവരോടുമായി പറഞ്ഞു. ഒരു നിമിഷം ഭൂമി പോലെ നിശ്ചലമായി പോയോ എന്ന് അജയന് തോന്നി. അവന്റെ കണ്ണുകൾ ശ്രുതിയുടെ നെഞ്ചിലായി പതിഞ്ഞു കിടക്കുന്ന താലിയിലേക്ക് മാത്രം നീണ്ടു നിന്നു. അറിയാതെ തന്നെ അജയന്റെ കണ്ണുകളിൽ കണ്ണുനീർ ഉരുണ്ടുകൂടി. പുഴയുടെ മനോഹാരിത നോക്കിക്കൊണ്ട് ശ്രുതി അല്പസമയമായി വിദൂരതയിലേക്ക് നോക്കി നിൽക്കുന്നു. അവളുടെ തൊട്ടടുത്തായി അവളെ കേൾക്കുവാൻ എന്നവണ്ണം അജയനും നിൽപ്പുണ്ടായിരുന്നു. അല്പസമയത്തേക്ക് ഇരുവരും ഒന്നും സംസാരിച്ചില്ല. 2 പേരിലും വല്ലാത്ത മൗനം തളം കെട്ടി നിന്നു. അജയന്റെ തകർന്ന അവസ്ഥ കാണുമ്പോൾ ശ്രുതിക്ക് വല്ലാത്തൊരു വിഷമം ഉണ്ടായിരുന്നു. എങ്കിലും അവനോട് ഇനിയും സംസാരിച്ചിട്ടില്ലെങ്കിൽ അജയേട്ടന്റെ ജീവിതം താൻ കാരണം തകർന്നു പോകുമെന്ന് അവൾക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ത്രിലോകിനോട് സമ്മതം വാങ്ങി അജയനോട് സംസാരിക്കാൻ വേണ്ടി വന്നതാണ് ഇപ്പോൾ ശ്രുതി.
അജയേട്ടൻ അറിയുമോ, അന്ന് അങ്ങനെ ഒരു സാഹചര്യത്തിൽ എന്നെ രക്ഷിക്കാൻ വേണ്ടിയായിരുന്നു ത്രിലോക് എന്റെ കഴുത്തിൽ താലി ചാർത്തിയത്. പക്ഷെ അറിയില്ല, അന്നു മുതൽ ആ മുഖം എന്റെ മനസ്സിൽ മായാതെ പതിഞ്ഞു പോയിരുന്നു. വിദൂരതയിലേക്ക് നോക്കി ശ്രുതി അങ്ങനെ പറയുമ്പോൾ അജയൻ ഞെട്ടിക്കൊണ്ട് ശ്രുതിയെ ഒന്ന് നോക്കി. ആ സമയം അവന്റെ നെഞ്ചിലേക്ക് ആരോ കത്തി കുത്തി ഇറക്കുന്നത് പോലെയാണ് അവന് തോന്നിയത്. അജയേട്ടൻ പലപ്പോഴായി എന്നോട് അജയേട്ടന്റെ പ്രണയം തുറന്നു പറയുമ്പോഴും ഞാൻ എതിർത്ത് നിന്നത് അതുകൊണ്ടാണ്. ഞാൻ അപ്പോഴും ഒരു ഭാര്യയായിരുന്നു. സാഹചര്യം എങ്ങനെയും ആയിക്കോട്ടെ, പക്ഷെ എന്റെ കഴുത്തിൽ ത്രിലോക് ചാർത്തിയ താലി ഉണ്ടായിരുന്നു. പിന്നെ എങ്ങനെയാണ് അജയേട്ട ഞാൻ അജയേട്ടന്റെ പ്രണയം സ്വീകരിക്കുക? അജയേട്ടൻ അറിയുമോ, ഒരിക്കൽ ഒരു പെണ്ണിന്റെ കഴുത്തിൽ ഒരു താലി വീണു കഴിഞ്ഞ് പിന്നെ ഒരിക്കലും അവളത് കഴുത്തിൽ നിന്ന് ഊരി മാറ്റുകയോ ചാർത്തിയവനെ മറന്നുകളയുകയോ ചെയ്യില്ല. എന്റെ അവസ്ഥയും ഏകദേശം അതുപോലെ തന്നെയായിരുന്നു. കാരണം യാതൊരു പ്രതീക്ഷയും ഇല്ലാതെ ഇനി ജീവിതത്തിൽ ഒരിക്കലും ത്രിലോകിനെ കാണുക കൂടിയില്ല എന്ന് ഉറപ്പുണ്ടായിട്ടും കൂടി ഞാൻ അവനെ പ്രണയിച്ചുകൊണ്ടിരുന്നു. സത്യത്തിൽ അവന്റെ പേരോ നാടോ എവിടെയാണെന്നോ ഒന്നും അറിയില്ല. പക്ഷെ ആ മുഖം, ആ ഹേസൽ കണ്ണുകൾ അപ്പോഴും എന്റെ മനസ്സിൽ മായാതെ നിന്നിരുന്നു. ത്രിലോകിനെ കുറിച്ച് പറയുമ്പോൾ ശ്രുതിയുടെ കണ്ണുകൾ വിടരുന്നത് ഒരു വേദനയോടെ അജയൻ നോക്കി നിന്നുപോയി. ശ്രുതി തന്റെ ജീവിതത്തിൽ നടന്ന എല്ലാ സംഭവ വികാസങ്ങളും ഒരു കഥ പോലെ അജയനോട് പറഞ്ഞു കൊടുത്തു. എല്ലാം കേൾക്കുമ്പോഴും ഇടയിൽ ത്രിലോകിന്റെ കാര്യം പറയുമ്പോൾ മാത്രം അവളുടെ മുഖത്ത് വിരിയുന്ന നവരസങ്ങൾ അവൻ ഒപ്പിയെടുക്കുകയായിരുന്നു. അതിൽ നിന്നും ഒരു വേദനയോടെയാണെങ്കിലും അജയൻ തിരിച്ചറിഞ്ഞു ശ്രുതി ത്രിലോക് എന്ന വ്യക്തി എത്രത്തോളം ആഴത്തിലാണ് പതിഞ്ഞതെന്ന്. എല്ലാം പറഞ്ഞു കഴിഞ്ഞ് ഒരു പുഞ്ചിരിയോടെ ശ്രുതി അജയനെ നോക്കുമ്പോൾ അവന്റെ ചുടിയിലും ഉണ്ടായിരുന്നു ഒരു മനോഹരമായ പുഞ്ചിരി. പക്ഷെ ആ പുഞ്ചിരിക്കുള്ളിൽ അവൻ ഒളിപ്പിച്ച വേദന ശ്രുതിക്ക് മനസ്സിലായില്ല. അല്ലെങ്കിൽ അവൾക്ക് മനസ്സിലാകാതിരിക്കാൻ അവൻ നന്നായി പാടുപെട്ടു എന്ന് വേണമെങ്കിൽ പറയാം. എന്താ അജയേട്ട ഒന്നും മിണ്ടാതെ നിൽക്കുന്നത്? എനിക്ക് ത്രിലോക് വേണ്ട ശ്രുതി, ഇനി നീ എന്നോട് ഒന്നും പറയണമെന്നില്ല. എനിക്ക് മനസ്സിലാവുന്നുണ്ട് നിന്റെയും ത്രിലോകിന്റെയും പ്രണയത്തിന്റെ ആഴം എത്രത്തോളമാണെന്ന്. അതിനെ എന്നെ പറഞ്ഞ് കൺവിൻസ് ചെയ്യുവാൻ നീ നിൽക്കണ്ട. ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. അവളെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് അജയൻ പറഞ്ഞു. അതിന് മറുപടി എന്നോണം ശ്രുതി അജയനെ നോക്കി ചിരിച്ചുകൊണ്ട് തിരിഞ്ഞു നടക്കുവാൻ ഒരുങ്ങിയതും പെട്ടെന്ന് ശ്രുതി പിന്തിരിഞ്ഞുകൊണ്ട് അജയനോട് പറഞ്ഞു, അജയേട്ട എനിക്ക് പറയാനുള്ള യോഗ്യത ഉണ്ടോ എന്നൊന്നും അറിയില്ല, എങ്കിലും പറയുകയാണ്. അജയേട്ട മറ്റൊരു പെൺകുട്ടിയെ വിവാഹം കഴിച്ച് സുഖമായി ജീവിക്കുന്നത് എനിക്ക് കാണണം. എങ്കിൽ മാത്രമേ എന്റെ മനസ്സിനൊരു സമാധാനം കിട്ടുകയുള്ളൂ. ശ്രുതിക്കൽപ്പം മടിയുണ്ടെങ്കിലും അവൾ എങ്ങനെയോ അജയനോടായി പറഞ്ഞൊപ്പിച്ചു. അതിന് അജയൻ ഒരു വാടിയ പുഞ്ചിരി ശ്രുതിക്ക് നൽകിക്കൊണ്ട് അവളോട് പറഞ്ഞു, പെട്ടെന്ന് ഇത്രയും കാലം മനസ്സിൽ ദേവിയെപ്പോലെ പ്രതിഷ്ഠിച്ച ഒരു പെൺകുട്ടിയെ മറന്നുകൊണ്ട് മറ്റൊരു പെൺകുട്ടിയെ തന്റെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുക എന്ന് പറയുന്നത് അതത്ര എളുപ്പമുള്ള ഒന്നല്ല ശ്രുതി. ഈ വിരഹം ഒന്നും മറക്കുവാൻ എനിക്ക് കാലങ്ങൾ തന്നെ വേണ്ടിവരും. അറിയാം എനിക്ക് തന്നോടുള്ള പ്രണയം തനിക്ക് എന്നോടുണ്ടായിട്ടില്ല എന്നുള്ള സത്യം. എങ്കിലും തന്നെ ഞാൻ വല്ലാതെ ആഗ്രഹിച്ചിരുന്നു, എന്റെ ഭാര്യയെ. അതുകൊണ്ട് തന്നെ ആ സ്ഥാനത്തേക്ക് മറ്റൊരു പെൺകുട്ടി എന്ന് പറഞ്ഞാൽ ഞാനൊരു മനുഷ്യനല്ലേ. എന്തായാലും ഞാൻ വാക്ക് നൽകുന്നു, ഈ അജയനും ഉണ്ടാകും മറ്റൊരു ജീവിതം. പക്ഷെ അത് എപ്പോഴാണെന്ന് മാത്രം നീ ചോദിക്കരുത്. കാലം മായ്ക്കാത്ത മുറിവുകളില്ല എന്നല്ലേ പറയാറുള്ളത്. ഈയൊരു ട്രോമയിൽ നിന്ന് പുറത്തു കടക്കാൻ എന്തായാലും അല്പം സമയം വേണ്ടിവരും. അത് കഴിഞ്ഞ് ഒരു പുതിയ അജയനായി ഞാനും ജീവിതം തുടങ്ങും. ആ ഒരു വാക്ക് പോരെ നിനക്ക്? അജയൻ ശ്രുതിയെ നോക്കി അങ്ങനെ ചോദിച്ചതും അത്രയും നേരം മനസ്സിൽ എരിഞ്ഞുകൊണ്ടിരുന്ന അഗ്നിക്ക് അല്പം ശമനം കിട്ടിയതുപോലെ ശ്രുതിക്ക് തോന്നി. കാരണം താൻ മൂലം അജയേട്ടന്റെ ജീവിതം നശിച്ചു പോകുമോ എന്നൊരു ഭയം അവൾക്കുണ്ടായിരുന്നു. പക്ഷെ അവനിൽ നിന്ന് കേട്ട വാക്കുകൾ അവളെ ചെറിയൊരു സന്തോഷം വിടർത്തി. തിരിച്ചു പോകുമ്പോൾ അജയനെ പൂർണ്ണമായി ഒരു സുഹൃത്തായി കാണുവാൻ ശ്രുതിയുടെ മനസ്സ് പാകപ്പെട്ടിരുന്നു. അതേസമയം അജയന്റെ മനസ്സിലും ശ്രുതി എന്ന പ്രണയനിക്ക് പകരം അവിടെ സുഹൃത്ത് എന്ന സ്ഥാനം നൽകുവാൻ അവൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. അതിലിനി വിജയിക്കുമോ അതോ തോൽക്കുമോ എന്ന് അപ്പോഴും അവൻ അറിയില്ലായിരുന്നു. രാത്രി ത്രിലോകിന്റെ നഗ്നമായ നെഞ്ചിലായി തലചേർത്ത് കിടക്കുമ്പോൾ ത്രിലോകിനോട് പറയുകയായിരുന്നു ശ്രുതി അജയൻ തന്നോട് പറഞ്ഞ ഓരോ കാര്യങ്ങളും. എല്ലാം കേട്ട് കഴിഞ്ഞതും ത്രിലോക് അവളോട് പറഞ്ഞു, ശ്രുതി, നീ പറഞ്ഞിടത്തോളം അജയൻ നല്ലൊരു വ്യക്തിത്വത്തിന്റെ ഉടമയാണെന്ന് തോന്നുന്നു. എന്നിരുന്നാലും എല്ലാവരെയും കണ്ണുമടച്ചുകൊണ്ട് വിശ്വസിക്കരുത്. എപ്പോഴും ചെറിയൊരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുവാൻ ശ്രമിക്കുക. ഉള്ളിലൊന്ന് വെച്ച് പുറമെ മറ്റൊരു സ്വഭാവം കാണിക്കുന്ന പലരും ഉണ്ട് നമ്മുടെ ഇടയിൽ തന്നെ. അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞത്. പിന്നെ അവൻ നിന്നെ ആത്മാർത്ഥമായിട്ടാണ് പ്രണയിച്ചതെങ്കിൽ അജയൻ പറഞ്ഞതുപോലെ മറക്കുവാൻ അല്പസമയം അവന് വേണ്ടി വരും. എന്നിരുന്നാലും അവന് നല്ലൊരു ജീവിതം ഉണ്ടാക്കുവാൻ ഞാനും പ്രാർത്ഥിക്കാം. പിന്നെ ഒരു കാര്യം കൂടി ബേബി ഗേൾ. അവളുടെ മുഖം തന്റെ മുഖത്തേക്ക് ശക്തമായി അടുപ്പിച്ചുകൊണ്ട് ത്രിലോക് ശ്രുതിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു. സത്യത്തിൽ അത്രയും നേരം ഉണ്ടായിരുന്ന ആ ശാന്തതയിൽ നിന്നും അവന്റെ മുഖത്തേക്ക് ഇരച്ചു കയറി വന്ന ആ വശ്യതയാർന്ന കണ്ണുകളിലേക്ക് നോക്കുവാൻ ഒരു നിമിഷം ശ്രുതി ഒന്ന് പതറി. എന്താ? ഇനിയുള്ള 7 ജന്മങ്ങളിൽ ഈ ത്രിലോകിന്റെ പാതി നീ മാത്രമായിരിക്കും. അവിടേക്ക് അജയൻ എന്നല്ല ഒരുത്തനെയും നമ്മുടെ ജീവിതത്തിലേക്ക് എത്തി നോക്കാൻ കൂടി ഞാൻ സമ്മതിക്കില്ല. കാരണം ഞാൻ സ്വാർത്ഥനാണ് ശ്രുതി. നീയില്ലാതെ ഇനിയുള്ള ജന്മങ്ങളിൽ പോലും ത്രിലോക് വെറും ശൂന്യനായി മാറിപ്പോകും. അത്രയും പറഞ്ഞുകൊണ്ട് അവളുടെ മുടികളിൽ ശക്തമായി പിടിച്ച അവന്റെ ചുണ്ടുകൾ അവളുടെ ചുണ്ടിലേക്ക് അവൻ ചേർത്ത് വെച്ചു. വന്യതയാർന്ന ചുംബനമായിരുന്നു അത്. പലപ്പോഴും അവന്റെ പല്ലുകൾ അവളുടെ ചുണ്ടിലായി ആഴ്ന്നിറങ്ങി. താൻ ഇത്രയും നേരം അജയനെ കുറിച്ച് പറഞ്ഞത് അവന് ചെറിയൊരു പരിഭവം തീർത്തിട്ടുണ്ടെന്ന് അവന്റെ ആ വന്യതയാർന്ന ചുംബനത്തിൽ നിന്ന് തന്നെ ശ്രുതിക്ക് മനസ്സിലായി. പക്ഷെ അപ്പോഴും അവളുടെ ചുടികളിൽ ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു. കാരണം ത്രിലോകന്റെ ഈ
പൊസസീവ്നെസ് പോലും ശ്രുതി വല്ലാതെ ആസ്വദിക്കുന്നുണ്ടായിരുന്നു. ശരീരത്തിൽ നിന്ന് ഉടയാടകൾ അഴിഞ്ഞു മാറുന്നതും മാറിൽ അവന്റെ പല്ലുകൾ ആഴ്ന്നിറങ്ങുന്നതും നാഭിച്ചുടിയിൽ അവന്റെ വിരലുകൾ ആഴത്തിൽ പതിയുന്നതും ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും വേദനയോട് കൂടിയ ചുംബനങ്ങളും മറ്റും നൽകുന്നതുമെല്ലാം ശ്രുതി ഒരു അനുഭൂതിയോടെ തിരിച്ചറിയുന്നുണ്ടായിരുന്നു. ത്രിലോകിന്റെ പ്രണയാഗ്നിയിൽ ശ്രുതി വെന്തുരുകിപ്പോയി. ഒടുവിൽ അവളിലേക്ക് ആഴ്ന്നിറങ്ങുമ്പോൾ അവൾ വേദന കൊണ്ട് നിലവിളിച്ചു പോയി. പതിവിൽ കൂടുതൽ ത്രിലോകിൽ കാണുന്ന ഈ ആവേശം എന്തുകൊണ്ടാണെന്ന് ശ്രുതിക്ക് നന്നേ അറിയാമായിരുന്നു. അസൂയയാണ് ചെക്കന്, ചിലപ്പോൾ കുശുമ്പുണ്ട്. അവൻ അവളിലേക്ക് ആഴ്ന്നിറങ്ങുന്ന സമയത്ത് പലപ്പോഴും വേദനയുണ്ടെങ്കിലും ആ ഇടയിലും തന്റെ ത്രിലോകിന്റെ മുഖത്ത് വിരിയുന്ന ഭാവങ്ങൾ നോക്കി മനസ്സിലായി അറിയാതെ തന്നെ ശ്രുതി ഒന്ന് ചിരിച്ചുപോയി. തന്റെ പെണ്ണിന്റെ പുഞ്ചിരി കണ്ടതും അവളിലേക്ക് ആഴ്ന്നിറങ്ങിക്കൊണ്ട് തന്നെ ത്രിലോക് വിയർപ്പി കുതിർന്ന മുഖത്തോടെ ശ്രുതിയുടെ അടുക്കലേക്ക് തന്റെ മുഖം ചേർത്ത് വെച്ചു. അവന്റെ മൂക്കിൻ തുമ്പിൽ നിന്നും ഒരിറ്റ വിയർപ്പിൻ തുള്ളി അവളുടെ നെറ്റിയിലായി വന്ന് പതിഞ്ഞതും ശ്രുതി അറിയാതെ കണ്ണുകൾ അടച്ചുപോയി. നീ എന്റെയാ, എന്റെ മാത്രം, മറ്റാർക്കും ഞാൻ നിന്നെ വിട്ടുകൊടുക്കില്ല. ലവ് യു ബേബി ഗേൾ. ഒരു തളർച്ചയോടെ ത്രിലോക് ശ്രുതിയുടെ നെഞ്ചിലേക്കായി തളർന്നു വീണു. അപ്പോഴും അവനെ തന്റെ ഇരു കൈകളെ ചേർത്ത് പിടിച്ചിരുന്നു ശ്രുതി. ഉഡൻ ഹിൽസ് എന്നെഴുതിയ കോട്ടേജിന്റെ മുന്നിലിരുന്നു കൊണ്ട് സിഗരറ്റ് ആഞ്ഞു വലിക്കുകയാണ് ഭൈരവ്. ഈ സമയം അവന്റെ തൊട്ടുപിറകിൽ അവനെ ചേർന്നുകൊണ്ട് നിൽക്കുകയാണ് മാളവിക. തന്റെ പിറകിലായി മാളവികയുടെ സാമീപ്യം അറിഞ്ഞതും അവളെ പിടിച്ച് തന്റെ മുൻപിലേക്ക് ചേർത്ത് നിർത്തിക്കൊണ്ട് വശ്യമായൊരു നോട്ടം നോക്കുകയായിരുന്നു ഭൈരവ്. എന്താ ഭൈരവ് ഇങ്ങനെ നോക്കുന്നത്? ഒന്നുമില്ല മാളവിക, ഞാൻ ജസ്റ്റ് നിന്റെ മുഖം വല്ല കുറ്റബോധം ഉണ്ടോ എന്ന് നോക്കിയതാണ്. കാരണം നീ ത്രിലോക് എന്ന് പറഞ്ഞുകൊണ്ട് ഏത് സമയം അവന്റെ നാമം ഉച്ചരിച്ചുകൊണ്ടാണല്ലോ നടക്കുന്നത്. അപ്പോൾ പിന്നെ ഇന്നലെ നമുക്കിടയിൽ നടന്ന കാര്യം, അതുപോലെ നിനക്ക് വല്ല കുറ്റബോധം ഉണ്ടോ എന്ന് നോക്കിയതാണ് ഞാൻ. കുറ്റബോധം? അതും എനിക്ക്? ഇതൊക്കെ ഇപ്പോഴത്തെ കാലത്ത് വളരെ സ്വാഭാവികമായി നടക്കുന്ന ഒന്നല്ലേ ഭൈരവ്? എനിക്ക് നിന്റെ ശരീരത്തിനോട് തോന്നിയ അട്രാക്ഷൻ നിനക്ക് എന്നോട് തോന്നി. നമ്മൾ നമ്മുടെ ആഗ്രഹം തീർത്തു, ദാറ്റ്സ് ഇറ്റ്. പിന്നെ ത്രിലോക്, അവനെ എനിക്ക് വേണം എന്ന് കരുതി എനിക്ക് എന്റെ ആഗ്രഹങ്ങളൊന്നും ആ ത്രിലോകിന് വേണ്ടി സാക്രിഫൈസ് ചെയ്യാനൊന്നും പറ്റില്ല. ഓക്കെ ഫൈൻ. എന്നാ പിന്നെ ഒരു റൗണ്ട് കൂടി പോയാലോ? അവളെ മുഴുവനായി ഒന്ന് ഒഴിഞ്ഞു നോക്കിക്കൊണ്ട് ഭൈരവ് ചോദിച്ചു. ഓഫ് കോഴ്സ്. ഭൈരവിന് ഒരു വശ്യമാർന്ന പുഞ്ചിരി കൈമാറിക്കൊണ്ട് അവനെ പതിയെ പുറകിലേക്ക് തള്ളിക്കൊണ്ട് മാളവിക നേരെ ആ കോട്ടേജിന്റെ മുറിയിലേക്ക് കയറിപ്പോയി. തന്റെ കയ്യിലുണ്ടായിരുന്ന സിഗരറ്റിൽ നിന്ന് ഒരു പഫ് കൂടിയെടുത്ത് ഭൈരവ് ആ റൂമിലേക്ക് കയറി കതകടച്ചു. ആ മുറിയിൽ അപ്പോൾ അവരുടെ സീൽക്കാര ശബ്ദങ്ങൾ മാത്രം കേട്ടുകൊണ്ടേയിരുന്നു. ഭൈരവ്, കണ്ണു തുറക്ക് ഭൈരവ്. മാളവിക ഭൈരവിനെ ഉണർത്തുവാൻ വേണ്ടി അവന്റെ കൈകളിൽ തട്ടി വിളിച്ചു. എന്താ മാളവിക? അല്പം മുഷിച്ചിലോടെ അവളെ നോക്കിക്കൊണ്ട് ചോദിച്ചു അവൻ. അത് പിന്നെ ഏട്ടൻ വിളിച്ചിരുന്നു. 10 മിനിറ്റ് കൊണ്ട് ആളിവിടെ എത്തും. അതുകൊണ്ട് ഞാൻ എന്റെ കോട്ടേജിലേക്ക് പോകുന്നു. പിന്നെ നമ്മൾ ശ്രുതിയുടെ നാട്ടിലെത്തിയ കാര്യം അവൾ ഒരിക്കലും അറിയാൻ പാടില്ല എന്നുകൂടി അനിയേട്ടൻ പറഞ്ഞിട്ടുണ്ട്. കാരണം അവളെക്കുറിച്ച് ഒന്നും ഇവിടെ നമ്മൾ ആരും സംസാരിക്കേണ്ട എന്നാണ് അനിയേട്ടൻ പറഞ്ഞത്. ഫൈൻ, ഓക്കെ ബൈ. മാളവിക അവനോട് യാത്ര പറഞ്ഞ് അവന്റെ എതിർവശത്തായിട്ടുള്ള കോട്ടേജിലേക്ക് കയറിപ്പോയി. ഇതേ സമയം തന്റെ നഗ്നമായ ശരീരം പുതപ്പുകൊണ്ട് മറച്ചു പിടിച്ച് ഭൈരവ് ശ്രുതിയെക്കുറിച്ച് ആലോചിക്കുകയായിരുന്നു. വന്നിരിക്കുന്നു ശ്രുതി, ഈ ഭൈരവ് നിന്നെ എന്നേക്കുമായി എന്റെ കാൽച്ചുവട്ടിലിട്ട് അരയ്ക്കാൻ. ആ സമയത്ത് ഭൈരവിന്റെ മുഖത്ത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു വികാരം ഉടലെടുത്തിരുന്നു.